ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ടൈം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കരമനയിൽ പോയി കേട്ടോ. പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് അവിടെ നല്ല ലാഭത്തിന് കിട്ടുന്നതാണ് കേട്ടോ. അവിടെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു, മീനും വാങ്ങിച്ചു വന്നിട്ട് ഇപ്പോൾ മീൻ വയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. മീനൊക്കെ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിനാവശ്യമായ സാധനങ്ങളെല്ലാം തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, അരപ്പ്, പിന്നെ പുളി. ഞാൻ വടക്കം പുളിയാണ് ഇടാറുള്ള. ഇന്ന് വടക്കം പുളി തീർന്നു പോയി. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചു. മീൻ വയ്ക്കാൻ പോവുകയാണ്. മറ്റേ നമ്മുടെ സാധാ ചട്ടി വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് മൺചട്ടി വയ്ക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിൽ വെച്ചു. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ വറ്റൽ മുളക് ഇട്ടു കേട്ടോ. വറ്റൽ മുളക് കുറച്ച് കുറച്ച് വറന്ന് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു. അതും കുറച്ച് വഴറ്റിയിട്ട് അതിൻ്റെ ഇവിടെ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി നല്ലതായിട്ട് അതുമായിട്ട് നന്നായിട്ട് ഇതാവണം കേട്ടോ. തക്കാളി നല്ലതുപോലെ വേകണം. ഇതുപോലെ ആവണം. ഈ ഒരു പരുവത്തിൽ എണ്ണ നമുക്ക് തെളിഞ്ഞ് കാണണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കുഴച്ച് വെച്ച് എല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടിയായിട്ട് കുഴച്ച് വെച്ചതാണ് കേട്ടോ ഇത്. അതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണമൊക്കെ പോയിട്ട് അതിനിടയ്ക്ക് മീൻ വറുക്കുന്നത് കാണിച്ച് വെക്കുന്നത്, വറുക്കാനായിട്ട് പുരട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇത് നമ്മൾ മീൻകറി എപ്പോഴും വയ്ക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കണം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് മീൻകറി എപ്പോഴും നല്ല കുറുവിയതുപോലെ വരും കേട്ടോ. നല്ല കട്ടിക്ക് നമുക്ക് മീൻകറി വെച്ചെടുക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ഞാൻ കുടംപുളിയാണ് എനിക്കിഷ്ടം. പുളി ഒഴിച്ചു. ലാസ്റ്റ് ഉപ്പിട്ടു. ഒരു ചെറിയ തിള വന്നതിന് ശേഷം മാത്രമേ ഞാൻ മീൻ ഇടാറുള്ളൂ കേട്ടോ. ഒരു തിള വന്നതിന് ശേഷം മീനിട്ടു. അത് കഴിഞ്ഞ് കലക്കി നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. മീൻകറി റെഡിയായി കേട്ടോ. മീൻകറി ഒരു തിളച്ച് റെഡിയാകും. ഇപ്പം അടുത്തത് വറുത്ത മീൻ വയ്ക്കാം കേട്ടോ. നമുക്ക് മീൻ വറുക്കാം. മീനിൽ ഞാൻ കറിവേപ്പില ഇട്ടേക്കുന്നുണ്ടോ, പെട്ടെന്ന് ഇളകി വരും. മീനും റെഡിയായി. ഇപ്പോൾ വറുത്ത മീൻ റെഡിയായി. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.